Good afternoon, viewers. Good to see you. ഇന്ന് മാർക്കറ്റ് ഈസ് ഓക്കെ. ഇന്നിപ്പോൾ IT സ്റ്റോക്സ് നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാവും. എല്ലാ IT സ്റ്റോക്സും 5-6% കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈവൻ US മൈക്രോസോഫ്റ്റ് ആയാലും ശരി, NVIDIA ആയാലും ശരി, എല്ലാം 2-3% കറക്റ്റ് ചെയ്തിരുന്നു. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഈ കോവർക്ക് എന്ന് പറഞ്ഞൊരു ഒരു ക്ലൗഡ് ഓപ്പറേറ്റർ ആന്ത്രോപിക് എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ ഒരു പ്രോഡക്റ്റാണിത്. ഇതാണ് മാർക്കറ്റിൽ നിന്ന് വലിയൊരു ഒരു 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 ട്രെമർ ഉണ്ടാക്കിയത്. സോ ഇവർ പറയുന്നത് വി ആർ ഗിവിങ് ഡെത്ത് ത്രെറ്റ് ടു ഇന്ത്യൻ IT കമ്പനീസിൻ്റെ ഒരു അവസാനം ഇത് ഡെത്ത് ത്രെറ്റ് ആയിരിക്കും അവർക്ക്. ഫൈനൽ വെർഡിക്റ്റ് ആണ്. കാരണം ഈ ക്ലൗഡ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കോവർക്ക് വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഇന്ത്യയിലെ IT കമ്പനികൾക്ക് മിഡിൽ മാൻ ആയിട്ടുള്ള ജോലിയൊന്നും എനിക്ക് കിട്ടൂല. സോ ഈ കോവർക്ക് വിൽ ഡു എൻട്രി ലെവൽ ജൂനിയർ ഡെവലപ്പർ ചെയ്യുന്ന എല്ലാ ജോബും ഇത് ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം ഈ കോവർക്ക് എന്ന കമ്പനി തുടങ്ങിയത് 2 ആൾക്കാർ മെയിൻലി വന്നത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഒരു ബ്രെയിനും മയക്കുന്ന ആളാണ് ഇതിൻ്റെ മെയിൻ കീ പീപ്പിൾ. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഇനിയിപ്പം 10 മണിക്കൂറിൽ ഒരു സോഫ്റ്റ്വെയർ ചെയ്യുന്ന കാര്യം ഇത് 10 മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്നു. ഫോർ ഇൻ ഷോർട്ട് ഐ ക്യാൻ ടെൽ യു, ഇതെന്താ പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കമ്പനീൻ്റെ അക്കൗണ്ടിങ് വർക്ക് നിങ്ങളൊരു 100 കണക്കിന് ഒരു ബാങ്കിലാണെങ്കിൽ ലോട്ട് ഓഫ് റെസിപ്റ്റ്സ് ആർ കമ്മിങ് ആൻഡ് ലോട്ട് ഓഫ് സെയിൽസ് ഡാറ്റാസ് ആർ കമ്മിങ്. ഇതെല്ലാം നിങ്ങളൊരു ഫോൾഡറിലിട്ടിട്ട് ഈ കോവർക്കിനോട് അത് അനലൈസ് ചെയ്തിട്ട് ഫൈനാൻഷ്യൽ റിപ്പോർട്ട് ഉണ്ടാക്കണം, ഒരു എക്സൽ ഷീറ്റിലേക്ക് തരുമെന്ന് പറഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ അത് തരും. സോ ദാറ്റ് യു ഡോണ്ട് വാണ്ട് എൻ അക്കൗണ്ടൻറ്റ്, യു ഡോണ്ട് വാണ്ട് ടു ഡു ഓൾ ദ അനാലിസിസ്, എവറിത്തിങ് ഈസ് ഡൺ ബൈ ദിസ് കോവർക്ക്. സോ ഇത് ഇങ്ങനെ ആകുന്ന സമയത്ത് ഇന്ത്യയിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇന്ത്യയിലെ IT കമ്പനിക്ക് എന്തുകൊണ്ട് ത്രെട്ടെന്ന് വെച്ചാൽ ഇന്ത്യയിലെ IT കമ്പനി മോസ്റ്റ്ലി മിഡിൽ മാനാണ്. അമേരിക്കൻ കമ്പനീസിൻ്റെ ഗ്ലോബലിയുള്ള കമ്പനീസിൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസ് അവർ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞിട്ട് അവർ ആയിരക്കണക്കിന് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനെ എടുത്തിട്ട് അവരൊരു കോഡ് ഡെവലപ്പ് ചെയ്ത് കോഡിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പുതിയ കോവർക്ക് വരുമ്പോൾ ഇത് തന്നെ ഔട്ട്സോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവർ ഒരു മണിക്കൂറിന് $80 ഇൻഫോസിസ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് $20 സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ സംഗതി നടക്കുന്നു പറഞ്ഞു. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇൻഫോസിസിന് പ്രിപ്പയർഡ് ആണ്. ഇൻഫോസിസിൻ്റെ വേറൊരു AI വന്നിട്ടുണ്ട്, ഇൻഫോസിസിൻ്റെ ടോപ്പാസ് AI എന്നുണ്ട്. അത് പറയുന്ന ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇതിപ്പം എല്ലാ വലിയ ക്ലയൻസ്, വലിയ വാൾമാർട്ടോ അല്ലെങ്കിൽ ലോകത്തിലെ വലിയ ബാങ്കോ ക്ലൗഡിലേക്ക് ഡാറ്റ പോയി കഴിഞ്ഞാൽ ഡാറ്റ സെക്യൂരിറ്റി ഉണ്ടാവില്ല. അതാണ് ഇൻഫോസിസിൻ്റെ പ്രോബ്ലം. പക്ഷേ ഇൻഫോസിസ് അഗൈൻ ഇറ്റ് ഹാസ് ടു കറക്റ്റ്, ഇറ്റ് ഹാസ് ടു കം ടു 1400 ഞാൻ പ്രൈസ് കാണുന്ന ഇൻഫോസിസിൻ്റെ. സോ താങ്ക് യു ഫോർ ബീയിങ്